അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധ ഖുർആൻ കൊണ്ടുള്ള ചികിത്സ ഏത് കാലത്തും ഏതൊരു മുഅ്മിനും ഏറ്റെടുത്ത ചികിത്സയാണ്. മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ 23 വർഷം കൊണ്ട് പൂർത്തിയാക്കിയ പരിശുദ്ധ ഖുർആനും അതിൻ്റെ കാമിലായ പരിശുദ്ധ ദീനും അത് നമ്മളിലേക്ക് തന്നത് താബിഈങ്ങളായ സലഫുസ് സാലിഹീങ്ങളാണ്. അവരുടെ കൈപ്പടങ്ങളിൽ നിന്ന് എഴുതിയതും അവരുടെ ഹൃദയങ്ങളിൽ നിന്ന് എടുത്തതുമായ ചികിത്സാ രീതികളാണ് പരിശുദ്ധ ഖുർആൻ്റെ ചികിത്സാ രീതികളിൽ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്നത് പരിശുദ്ധ ഖുർആൻ തന്നെയാണ്. ഇന്ന് ലോകത്ത് പല മരുന്ന് സംവിധാനങ്ങളും ഉണ്ടെങ്കിലും പര്യാപ്തമായ മരുന്നുകൾ വളരെ കുറവാണ്. ഒരു മനുഷ്യൻ്റെ ടെൻഷന്, മനുഷ്യൻ്റെ മനസ്സമാധാനമില്ലായ്മ, സ്വഭാവ ദൂഷ്യങ്ങൾ, പരിക്ക സ്വഭാവങ്ങൾ, കുട്ടികളുടെ വികൃതികൾ, കുട്ടികളുടെ വഴിതെറ്റിപ്പോക്കുകൾ, ഭർത്താക്കന്മാരുടെ വഴിതെറ്റിപ്പോക്കുകൾ, ഭാര്യമാരുടെ വഴിതെറ്റിപ്പോക്കുകൾ, ഇങ്ങനെ പോകുന്ന ഒരുപാട് പ്രശ്നങ്ങൾ സമൂഹത്തിൽ നടമാടുന്നുണ്ട്. അതുപോലെ തന്നെ ഭർത്താവ് മറ്റൊരു ബന്ധം തേടിപ്പോവുക, അതുപോലെ ഭാര്യ മറ്റൊരു ബന്ധം തേടിപ്പോവുക, രഹസ്യബന്ധങ്ങൾ പുലർത്തുക, ഭർത്താവ് രഹസ്യബന്ധങ്ങൾ പുലർത്തുക, മക്കൾക്കും വഴിതെറ്റിയ ബന്ധങ്ങളുണ്ടാവുക. ഇതൊക്കെ ഇതിനൊന്നിനും മരുന്ന്, ശാസ്ത്രീയമായിട്ടുള്ള മരുന്നുകളില്ല. അലോപ്പതിയിലോ ആയുർവേദത്തിലോ ഇതിന് മരുന്നുകളില്ല. പിന്നെ എവിടെയാണ് മരുന്നുള്ളത്? പരിശുദ്ധ ഖുർആനിൽ തന്നെയാണ്. മനസ്സുകൊണ്ട് മനസ്സിനെ ചികിത്സിക്കുന്ന മരുന്നാണ് ഉള്ളത്. അത് പരിശുദ്ധ ഖുർആനിലാണ്. അതിന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പല സൂറത്തുകളും പല ആയത്തുകളും നമുക്ക് നിർദ്ദേശിച്ചിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിൽ നിന്ന് എടുത്താൽ ബിസ്മി മുതൽ തുടങ്ങുന്ന എല്ലാ ആയത്തുകളും അതിന് ഉത്കൃഷ്ടമാണ്, ചികിത്സക്ക് ഉത്കൃഷ്ടമാണ്. ഓരോ ആയത്തും ഓരോ വാക്കും. ഇപ്പോൾ അലിഫ് ലാം മീം സ്വാദ് എന്ന് പറയുന്ന വാക്ക് നിങ്ങൾ പരിശുദ്ധ ഖുർആനിൽ സൂറത്തിൻ്റെ ആദ്യത്തിൽ കണ്ടതല്ല. എന്നാൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ആ അലിഫ് ലാം മീം സ്വാദ് എന്ന ആ ആയത്തിന് പിഞ്ഞാണത്തിൽ എഴുതി തൻ്റെ ഭാര്യയ്ക്ക് കൊടുത്താൽ അല്ലെങ്കിൽ ഭർത്താവിന് കൊടുത്താൽ അവർ ജീവിതത്തിൽ പിന്നെ മറ്റൊരു വൈവിട്ട ബന്ധം സ്വീകരിക്കുകയില്ല. എന്ന് വെച്ചാൽ വ്യഭിചാരത്തിന് മുതിരുകയില്ല എന്നർത്ഥം. അവർക്ക് കഴിയുകയില്ല. അവരെ തട്ടപ്പെടും, അവരുടെ ഹൃദയം അവരെ അതിൽ നിന്ന് അകറ്റപ്പെടും. അപ്പോൾ അങ്ങനെ പോകുന്ന ചികിത്സകൾ ഒരുപാടുണ്ട് പരിശുദ്ധ ഖുർആനിൽ. ഭർത്താവ് കുറച്ച് ദിവസം വല്ലാതെ മോശപ്പെട്ട സ്വഭാവമായി തുടങ്ങിയാൽ നമ്മൾ പോകുന്നത് മന്ത്രവാദികളുടെ അടുത്തേക്കാണ്. അവിടെ ചെല്ലുമ്പോൾ അവർ പറയും, നിങ്ങൾക്ക് ഒരു സിഹിർ ബാധിച്ചിട്ടുണ്ടല്ലോ, നിങ്ങളുടെ ഭർത്താവിനെ മറ്റൊരാൾ കണ്ണുവെച്ചിട്ടുണ്ടല്ലോ, അവൾക്ക് കിട്ടാൻ വേണ്ടി അവൾ സിഹിർ ചെയ്തിട്ടുണ്ട്, ആളെ ഞാൻ പറയില്ല, ചികിത്സ നിങ്ങൾക്ക് ചെയ്ത് ഭർത്താവിനെ വീണ്ടെടുത്ത് തരാം എന്ന് പറയും. എന്നാൽ ഇത് എത്ര കണ്ട് ഫലവത്താവും എന്ന് പറയാൻ കഴിയില്ല. ഒരു പക്ഷേ ചിലപ്പോൾ അയാളുടെ ഭാഗ്യം കൊണ്ടും ഇവരുടെ ഭാഗ്യം കൊണ്ടും അത് ശരിയാവും. സത്യത്തിൽ അതൊന്നും ആയിരിക്കില്ല. കൂടുതൽ മനുഷ്യരുടെ ഹൃദയത്തിലും മന്ത്രം ചൊല്ലുന്നത് ആരാണ്? ശൈത്താനാണ് മനുഷ്യൻ്റെ ശത്രു. ആ ശൈത്താൻ്റെ പ്രവർത്തികളാണ് ഈ നടക്കുന്നത്. ഇതിന് പരിശുദ്ധ ഖുർആൻ മാത്രം മതി. അതിനുള്ളൊരു ചികിത്സാ നിർദ്ദേശവുമായിട്ടാണ് കലിമ ചാനൽ ഇപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. പലർക്കും അഭിപ്രായങ്ങളുണ്ട്. തൻ്റെ ഭർത്താവ് മോശമാണ്, അയാളെ സ്വഭാവം ഒന്ന് നന്നായി കിട്ടിയാൽ ഈ കുടുംബം നന്നാകുമായിരുന്നു, അയാൾ മാത്രമേ കുടുംബത്തിൽ പ്രശ്നമുള്ളൂ. ചില ഭർത്താക്കന്മാരും പറയാറുണ്ട്, ഭാര്യമാരെ നാവ് കൊണ്ട് ഇടങ്ങേറായി, ഭാര്യ എപ്പോൾ നോക്കിയാലും ചുണ്ടി കാണിച്ചുകൊണ്ടും എതിർപ്പ് പറഞ്ഞുകൊണ്ടും വീട്ടിൽ കലഹങ്ങളാണ്, ഭർത്താവ് ഭാര്യയെ വകവെക്കുന്നില്ല, ഭാര്യ ഭർത്താവിനെ വകവെക്കുന്നില്ല, മക്കൾ മാതാപിതാക്കളെ വകവെക്കുന്നില്ല. ഇതിൽ ഏതെങ്കിലും ഒന്ന് ഉണ്ടായാൽ തന്നെ നമ്മുടെ കുടുംബത്തിലെ ജീവിതം പറ്റ ദുസ്സഹമാകും. മാത്രമല്ല അള്ളാഹുവിൻ്റെ റസൂല് പറയുന്നുണ്ട്,
ഒരു കുടുംബത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യം വെച്ച് സംസാരിക്കുകയും എപ്പോഴും ദേഷ്യഭാവത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയും പെരുമാറുകയും ഒക്കെ ചെയ്താൽ ആ വീട്ടിൽ റഹ്മത്തിൻ്റെ മലക്കുകൾ കടക്കുകയില്ല എന്ന്, അവർക്ക് റഹ്മത്തിന് വേണ്ടി മലക്കുകൾ തേടുകയില്ല എന്ന്. മലക്കുകൾക്ക് അതിഷ്ടമല്ല. മനുഷ്യർ സന്തോഷമായിട്ട് ജീവിക്കുന്ന കുടുംബങ്ങളിലാണ് മലക്കുകൾക്കിഷ്ടം. മലക്കുകൾ അവിടെ നിന്ന് ഒഴിഞ്ഞാൽ അവിടെ ശൈത്താൻ കയറും. പിന്നെ അവർ തമ്മിൽ തല്ലുണ്ടാക്കുന്നതാണ് ശൈത്താൻ്റെ പണി. അപ്പോൾ അതിനേക്കാൾ ഉത്തമം എന്താണ്? നമ്മൾ നല്ല നിലയിൽ കുടുംബത്തിൽ ജീവിക്കുക. വല്ലിപ്പിയും വല്യമ്മയും കൂടിയും പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്, എതിർപ്പുണ്ടാവാറുണ്ട്. അതും ഉണ്ടാവാൻ പാടില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല സഹകരണത്തിലും പുഞ്ചിരിച്ചു കൊണ്ടുമായിരിക്കണം സംസാരിക്കേണ്ടത്. നല്ല നിലയിൽ എന്തെങ്കിലും മനസ്സിൽ വിഷമമുണ്ടെങ്കിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു തീർക്കണം. ഇവിടെ വലിച്ചു നീട്ടിക്കൊണ്ടു പോവുകയാണെന്ന് നിങ്ങൾ പറയരുത്, അങ്ങനെ നിങ്ങൾ വിചാരിക്കരുത്. സൂറത്ത് സുഹ്റുഫാണ് നമുക്ക് മന്ത്രമായിട്ട് ചെയ്യാനുള്ളത്. അതിനിടയിൽ വേഗം പറയുകയാണ് സൂറത്ത് സുഹ്റുഫ്. ആ സൂറത്തിനെ നിങ്ങൾ 89 ആയത്തുണ്ട്, 89 ആയത്താണത് ഉള്ളത്. എങ്ങനെയാണ് അത് അവസാനിക്കുന്നത്? ആ സൂറത്ത് തുടങ്ങുന്നത് ഹാമീം എന്ന ആയത്ത് കൊണ്ടാണ്, അവസാനിക്കുന്നത് ഫസൗഫ യഅലമൂൻ എന്നിടത്താണ് അത് അവസാനിക്കുന്നത്. ആ സൂറത്തിനെ നിങ്ങൾ വെള്ളത്തിൽ മന്ത്രിച്ച് മോശപ്പെട്ട സ്വഭാവമുള്ള ഭർത്താവിന് കൊടുത്താൽ ഭർത്താവിൻ്റെ സ്വഭാവം നന്നാവും. അതുപോലെ തന്നെ മക്കൾക്ക് കൊടുത്താൽ മക്കളുടെ സ്വഭാവം നന്നാവും. ഭർത്താവ് ഭാര്യയ്ക്ക് കൊടുത്താൽ ഭാര്യയുടെ സ്വഭാവം നന്നാവും. പക്ഷേ അത് നേരിട്ട് കൊടുക്കണമെന്നില്ല. അവർ കുടിക്കുന്ന വെള്ളത്തിൽ, നിങ്ങൾ മന്ത്രിച്ച വെള്ളം അവർ കുടിക്കുന്ന വെള്ളത്തിൽ ഒഴിച്ചു കൊടുത്താൽ മതി. എന്നാൽ ആ ചികിത്സ കൊണ്ട് വളരെ ഫലം കിട്ടുന്നതാണ്. തുടങ്ങുന്നത് ഹാമീം വൽ കിതാബിൽ മുബീൻ ഇന്നാ ജഅൽനാഹു ഖുർആനൻ അറബിയ്യൻ ലഅല്ലകും തഖിലൂൻ. ഇങ്ങനെയാണ് ആ സൂറത്ത് തുടങ്ങുന്നത്. തജ്വീദ് നിയമപ്രകാരം ഓതണം, അങ്ങനെയാണ് വേണ്ടത്. പിന്നെ അറിയാത്തവർ അറിയും വിധത്തിൽ ഓതണം. ഇനി ഓതാൻ അറിയാത്തവർക്ക് ഉള്ള ഒരു മന്ത്രം എങ്ങനെയാണ്? അതിനുള്ള മന്ത്രമാണ്, ഓതാൻ അറിയാത്തവർ കയ്യിൻ്റെ വിരൽ വെച്ച് ഓരോ വരികളിലൂടെയും ഇങ്ങനെ കയ്യിൻ്റെ ചൂണ്ടുവിരൽ കൊണ്ട് ഇങ്ങനെ നടത്തി ആ സൂറത്ത് അവസാനിക്കുന്നത് വരെ അങ്ങനെ വളരെ അച്ചടക്കത്തോടും ശ്രദ്ധയോടും കൂടിയിട്ട് ഒരു ലഫ്ലിൽ കൈ തൊട്ടാതിരിക്കാൻ പാടില്ല. എല്ലാ ലഫ്ലുകളും കയ്യിൻ്റെ വിരൽ തട്ടിച്ച് അങ്ങനെ അവസാനിപ്പിച്ചുകൊണ്ട് ആ കയ്യിൻ്റെ വിരൽ ഈ വെള്ളത്തിൽ, ഓതുന്ന വെള്ളത്തിൽ വെച്ച് ഓതുക. അപ്പോൾ അതിന് ഫലപ്രാപ്തി കിട്ടും. അപ്പോൾ ഓതാൻ കഴിയാത്ത ആൾക്കും എന്ത് ചെയ്യാം? മന്ത്രിക്കാം. പരിശുദ്ധ ഖുർആൻ കൊണ്ട് മന്ത്രിക്കാൻ കഴിയുന്നതാണ്. ഇതാണ് ഏറ്റവും വലിയ ആശ്ചര്യം. ഇത് നിങ്ങൾ മക്കൾക്ക് കൊടുത്താൽ മക്കളുടെ സ്വഭാവം നന്നാവും, ഭാര്യയ്ക്ക് കൊടുത്താൽ ഭാര്യയുടെ സ്വഭാവം നന്നാവും, അതുപോലെ തന്നെ പിതാവിന് കൊടുത്താൽ പിതാവിൻ്റെ സ്വഭാവം നന്നാവും. അപ്പോൾ ആർക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാം. ഇൻഷാ അല്ലാഹ് ഈ അറിവ് നിങ്ങൾക്ക് ഫലപ്രദമായിരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഷെയർ ചെയ്യാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.